ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇതൊരു പുതിയ ചാപ്റ്ററാണ് കേട്ടോ. ഓഡിറ്റിംഗ് അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഇതിൽ നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ജനറൽ പ്രിൻസിപ്പിൾസൊക്കെ പറയുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ഓഡിറ്റ് അഷ്വറൻസ് നോക്കാം. ഇത് മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. Audit assurance means the degree of satisfaction expressed by the auditor in the audit report. അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അത് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഡിഗ്രി ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് അഷ്വറൻസ് എന്ന് പറയുന്നത്. ഓഡിറ്റ് അഷ്വറൻസ് മീൻസ് ദി ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ്ഡ് ബൈ ദി ഓഡിറ്റർ ഇൻ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, audit report is sufficient enough to guarantee that a reasonable level of reliability of account supported with the evidence to the shareholders, stockholders, employees, supplied and the society. അതാണ് ഓഡിറ്റ് അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത്. ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് മീൻ ദി മെഷർമെൻറ്റ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ആൻ ഓഡിറ്റർ. അതായത് ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് മെഷർ ചെയ്യുന്ന, അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മീൻ ദി മെഷർമെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ആൻ ഓഡിറ്റർ. ഓഡിറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കിതിൽ 3 തരത്തിലുള്ള ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ്. ഫസ്റ്റത്തെയാണ് ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് 3 ഉള്ളത്. അതിൽ ഫസ്റ്റത്തെയാണ് ഇത് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ്. പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അയാളുടെ ക്വാളിഫിക്കേഷൻ, പേഴ്സണാലിറ്റി, അത്തരത്തിലുള്ള അതാണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷ്യൻസി ആസ് ഓഡിറ്റർ. അതായത് അയാളുടെ നോളജും അയാൾക്ക് എത്രത്തോളം ടെക്നിക്കലി ഉള്ള നോളജും അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദിസ് സ്റ്റാൻഡേർഡ് റെക്കഗ്നൈസ് ദാറ്റ് ദ ഓഡിറ്റർ ഷുഡ് പോസസ് എഡ്യൂക്കേഷണൽ, ടെക്നിക്കൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഓഡിറ്റിംഗ്. Okay, the objective of this standard is that only a competent auditor can make the right judgment on various matters connected to audit, like application of auditing principles, selection of samples, collection of evidences, assignment of work, preparation of report. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. അതായത് ഒരു ഓഡിറ്റർ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ദിസ് സ്റ്റാൻഡേർഡ് റെക്കഗ്നൈസ് ദാറ്റ് ദ ഓഡിറ്റർ ഷുഡ് മെയിൻറ്റെയിൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഇൻ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഓഡിറ്റ്. അതായത് ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും സജഷൻസ് പറയുകയാണെങ്കിലും എല്ലാം ചെയ്യുമ്പോഴും അയാൾ എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഇൻഡിപെൻഡൻ്റ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. പിന്നെ ഡ്യൂ പ്രൊഫഷണൽ കെയർ. അതായത് അയാൾ പ്രൊഫഷണൽ കെയർ കൊടുക്കണം. അതായത് എവിഡൻസ് കളക്ട് ചെയ്യുമ്പോഴും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോഴും എക്സ്പ്ലനേഷൻസ് കേൾക്കുമ്പോഴൊക്കെ അയാളൊരു പ്രൊഫഷണൽ കെയർ. ദ ഓഡിറ്റ് സ്റ്റാൻഡേർഡ് റിക്വയർ ദാറ്റ് ദ ഓഡിറ്റർ ടു എക്സസൈസ് ഡ്യൂ ടു പ്രൊഫഷണൽ കെയർ ഇൻ ദി കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, കളക്ട് എവിഡൻസ്, സെലക്ഷൻ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ ആൻഡ് റൈറ്റിംഗ് ഹിസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയർ സെലക്ട് ചെയ്യുമ്പോൾ, എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ എന്ത് കൊടുക്കണം, ഒരു പ്രൊഫഷണൽ കെയർ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സിൽ പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്ക്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്കിൽ അതായത് ആ ഓഡിറ്റ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ. അതായത് ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ദ ഓഡിറ്റ് വർക്ക് ഈസ് ടു ബി പ്രോപ്പർലി പ്ലാൻഡ്. അതായത് ഒരു ഓഡിറ്റ് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രീ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു സൂപ്പർവിഷനും, അതായത് ഈ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടല്ലേ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നും അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ് ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ദ ഓഡിറ്റ് വർക്ക് ഈസ് ടു ബി പ്രോപ്പർലി പ്ലാൻഡ്. ദ ഹോൾ വർക്ക് ഓഫ് ഓഡിറ്റ് ടു ബി അലോക്കേറ്റഡ് എമംഗ് his audit staff according to merit and properly supervised. Planning of the audit involves developing an overall strategy to the conduct of audit. Supervision involves directing the work of assistants who are instructed with a piece of work of audit.
അതാണ് ഇതിൽ പറയുന്നത്, പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷനിൽ പറയുന്നത്. പിന്നെ ഇവല്യൂഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, അതായത് ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് ആൻ ഓഡിറ്റ് പ്രൊസീജിയർ ഇറ്റ് സെൽഫ്. ദ ഓഡിറ്റർ ഷുഡ് മേക്ക് എ പ്രോപ്പർ സ്റ്റഡി റിഗാർഡിംഗ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ദി ഫേം. ആ ഫേമിൽ ഏത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആണോ ഉള്ളത്, അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു പ്രോപ്പർ സ്റ്റഡി നടത്തണം, അതിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ, അതാണ് എന്ത് ഇവല്യൂഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ പറയുന്നത്. പിന്നെ സഫിഷ്യൻറ്റ് കോമ്പിറ്റൻറ്റ് എവിഡൻസ്. ഓക്കെ, പിന്നെ മൂന്നാമത് പറയുന്നതാണ് ഇത് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിങ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, അതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. അതായത് കൺഫോമിറ്റി വിത്ത് അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിരിക്കണം എന്ത് യൂസ് ചെയ്യുന്നത്. ദിസ് സ്റ്റാൻഡേർഡ് സ്പെസിഫൈ ദാറ്റ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ഷാൾ സ്റ്റേറ്റ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രസൻറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഇൻ ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് the report shall state whether the accounting principles have been observed during the current year under audit in relation to the preceding year. അതായത് മുന്നേ ഉപയോഗിച്ച അതേ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അഡ്വക്കസി ഓഫ് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ, അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് ട്രീറ്റ് ആസ് ന്യൂക്ലിയസ് ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട്. ദ സ്റ്റാൻഡേർഡ് റിക്വയർസ് ആൻ ഓഡിറ്റർ ടു ഡിസ്ക്ലോസ് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് എനി ഫിനാൻഷ്യൽ ഡാറ്റ കൺസിഡർ നെസസറി ഫോർ ഫെയർ presentation. The disclosure standard covers every aspect of financial statement. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിസ്ക്ലോഷർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ, അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒപ്പീനിയൻ ആയിരിക്കും. This is the final phase of audit report that the auditor may either give a clear expression of his opinion as the financial statement or may disclaim his opinion as financial statement. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. അതായത് ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് 3 പറഞ്ഞത്. ഫസ്റ്റത്തെ ആയിരുന്നു പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റേഴ്സ്, രണ്ടാമത് ഏതാ പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫീൽഡ് വർക്ക്, മൂന്നാമത് പറഞ്ഞത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്ക്, ലാസ്റ്റ് പറഞ്ഞാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിങ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് ഇൻറ്റിഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അതായത് ആ ഓഡിറ്റർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹോണസ്റ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, അതുപോലെ തന്നെ ഇമ്പാർഷ്യൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അതായത് എല്ലാവരോടും ഒരുപോലെ തന്നെ, അതുപോലെ തന്നെ ഫ്രോഡൊന്നും മനഃപൂർവ്വം ഒന്നും തെറ്റുകൾ വരുത്താൻ പാടില്ല. അതാണ് ഇൻറ്റിഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് കൊണ്ട് പറയുന്നത്. ദ ഓഡിറ്റർ ഷുഡ് ബി സ്ട്രേറ്റ് ഫോർവേഡ്, ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ ഇൻ ഹിസ് അപ്രോച്ച് ടു ഹിസ് പ്രൊഫഷണൽ ഓഡിറ്റ് വർക്ക്. ഹി മസ്റ്റ് ബി ഫെയർ ആൻഡ് മസ്റ്റ് നോട്ട് ഫോളോ ബിയാസ് പ്രിജ്യൂഡ്സ് to overcome his objectivity. He must maintain an impartial attitude and appear to be free of any interest. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ സീക്രട്ട്സ് ആയിട്ട് വെക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. അതായത് ഇൻഫോർമേഷൻസ് മറ്റുള്ളവരുമായിട്ട്, ഒരു തേർഡ് പാർട്ടിയുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. സീക്രട്ട്സ് എപ്പോഴും സീക്രട്ട്സ് ആയിട്ട് തന്നെ വെക്കണം. The auditor should maintain strict confidentiality of the information acquired in the course of his audit work. He should not reveal any such information to a third party without a specific permission from his client to do so unless there is a legal or professional duty to disclose it. അതായത് ക്ലയൻറ്റുമായിട്ട് പറയാണ്ട് ഓഡിറ്റർ മറ്റൊരു വ്യക്തിയോട് സീക്രട്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ്. അതായത് നമ്മുടെ ആ ഓഡിറ്റർക്ക് ജനറൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വേണം. അതാണ് പറഞ്ഞത്. എൻ എഫിഷ്യൻറ്റ് ഓഡിറ്റർ മസ്റ്റ് പോസസ് സർട്ടൻ ജനറൽ ക്വാളിറ്റീസ് ബിസൈഡ് സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻസ് സോ ദാറ്റ് ഹി ക്യാരി ഔട്ട് ഹിസ് വർക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് സ്മൂത്ത്ലി. അതായത് ഒരു ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് സ്മൂത്തായിട്ടും എഫിഷ്യൻ്റായിട്ടും ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണം, ജനറൽ ക്വാളിറ്റീസും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസും വേണമെന്നാണ് പറയുന്നത്. ദ ഓഡിറ്റർ റിക്വയർസ് സ്പെഷ്യലിസ്റ്റ് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസ് വിച്ച് ഈസ് അക്വയർഡ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് ഓൺ ഓഡിറ്റ് വിത്ത് ഡ്യൂ ഓഡിറ്റ് കെയർ ആൻഡ് പ്രൊഫഷണൽ സ്കിൽ. ഓഡിറ്റർ ഷുഡ് പെർഫോം ഹിസ് ഓഡിറ്റ് വർക്ക് ആൻഡ് പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. അതാണ് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസിൽ പറയുന്നത്. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. അതായത് ഒരു ഓഡിറ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഓഡിറ്റ് വർക്ക് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു വലിയൊരു വർക്കായിരിക്കും, അതിങ്ങനെ അലോക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സിനും അതുപോലെ തന്നെ എക്സ്പേർട്സിനൊക്കെ അത് ഷെയർ ചെയ്തിട്ട് ആ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതാണ് വർക്ക് പെർഫോംഡ് ബൈ ഓതേഴ്സ് എന്ന് പറയുന്നത്. അതേഴ്സ് വെൻ ആൻ ഓഡിറ്റർ ഡെലിഗേറ്റ് വർക്ക് ഓഫ് ഓഡിറ്റ് ടു ഹിസ് ജൂനിയർ ഓഡിറ്റേഴ്സ് ഓർ എക്സ്പേർട്ട് ഹി വിൽ കണ്ടിന്യൂ ടു ബി റെസ്പോൺസിബിൾ ഫോർ forming and expressing his opinion on the financial informations. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസും ഇൻഫോർമേഷൻസൊക്കെ അദ്ദേഹം ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. അതാണ് ദ ഓഡിറ്റർ ഷുഡ് കളക്ട് ആൻഡ് പ്രിസർവ് ഓൾ ഡോക്യുമെൻറ്റ് അക്കോർഡിംഗ് ടു ദെയർ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയാലിറ്റി. ദസ് ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട്സ് ആൻഡ് അതർ വാല്യുബിൾ ഇൻഫോർമേഷൻ പെർട്ടൈനിങ് ടു അക്കൗണ്ട്സ് വിച്ച് ആർ അണ്ടർ ഓഡിറ്റ്. ദസ് ഫയൽസ് ആർ കോൾഡ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ നെക്സ്റ്റ് 6ാമത് പറയുന്നതാണ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. പ്ലാനിങ് ഓഫ് ഓഡിറ്റ് പറയുമ്പോൾ ഒരു ഓഡിറ്റ് സ്മൂത്തായിട്ടും എഫിഷ്യൻ്റായിട്ടും നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം ഒരു പ്രീ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഓഡിറ്റ് നടത്തേണ്ടത്. അതാണ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ് പറയുന്നത്. പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഓഫ് എ ക്ലയൻറ്റ് ഈസ് കോൾഡ് പ്ലാനിങ് ഓഫ് ഓഡിറ്റർ. ദ ഓഡിറ്റർ ഷുഡ് പ്ലാൻ ഹിസ് വർക്ക് എനാബിൾ ഹിം ടു കണ്ടക്ട് ആൻ എഫക്റ്റീവ് ഓഡിറ്റ് ഇൻ ആൻ എഫിഷ്യൻ്റ് ആൻഡ് ടൈംലി മാനർ. ഓക്കെ, ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ആദ്യം ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണെന്നുള്ളത് തീരുമാനിക്കണം. പിന്നെ നോളജ് അക്വയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എക്സാമിൻ ദ ഇന്ത്യൻ ചെക്ക് സിസ്റ്റം എന്ത് ചെയ്യണം, ഈ എക്സാമിൻ ചെയ്യണം. പിന്നെ ഡിറ്റർമൈൻ ദ പ്രോഗ്രാമിംഗ് ദ നേച്ചർ, പിന്നെ കോർഡിനേറ്റിംഗ് ദ വർക്ക്. അങ്ങനെ 5 തരത്തിലാണ് അതിൻ്റെ പ്ലാനിങ് വരുന്നത്. പിന്നെ ഓഡിറ്റ് എവിഡൻസ്, അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ, ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞാണ് ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ടിങ്. അതായത് ഫൈനലി എന്ത് ചെയ്യണം, at the end of the audit of a firm, the auditor should review audit work. He should express his opinion on the financial information on the basis of review and analysis of evidence, knowledge of business, his skill, experience. അതായത് ആ ഒരു ഓഡിറ്റിങ്ങിൻ്റെ അവസാനം അയാൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം, അത് സബ്മിറ്റ് ചെയ്യുകയും വേണം. അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ 2 തരത്തിലുള്ള റിപ്പോർട്ടാണുള്ളത്, ക്ലീൻ റിപ്പോർട്ടും ക്വാളിഫൈഡ് റിപ്പോർട്ടും. ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇഫ് ആൻ ഓഡിറ്റർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഫെയർനെസ് ഓഫ് ദി ഫൈനൽ അക്കൗണ്ട് ഓഫ് ദി കമ്പനി, ഹി ഗിവ്സ് എ റിപ്പോർട്ട് ഓൺ വാരിയസ് ക്വസ്റ്റ്യൻസ് വിച്ച് ദ ഓഡിറ്റർ ഓഫ് ദി കമ്പനി മസ്റ്റ് ആൻസർ ഇൻ ഹിസ് റിപ്പോർട്ട് വിത്തൗട്ട് എനി റിസർവേഷൻ, മോഡിഫിക്കേഷൻ ഓർ ഹി ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ക്വാളിഫിക്കേഷൻസ്. അതായത് നമ്മുടെ ഓഡിറ്റർ നമ്മുടെ മാനേജ്മെൻറ്റ്, കമ്പനിയുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻ കേസ് ആരെങ്കിലും ഒരാൾ അവർ കൊടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ, ആ കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിൽ എല്ലാം സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിലാണ് ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതെല്ലാം സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നാണ് പറയുക. ക്ലീൻ റിപ്പോർട്ടിൻ്റെ മറ്റൊരു പേരാണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, അതുപോലെ തന്നെ കൺവെൻഷണൽ റിപ്പോർട്ട്, പോസിറ്റീവ് റിപ്പോർട്ട് എന്നൊക്കെ ഈ ക്ലീൻ റിപ്പോർട്ടിൻ്റെ മറ്റു പേരുകളാണ്. ക്വാളിഫൈഡ് റിപ്പോർട്ടിനെ നെഗറ്റീവ് റിപ്പോർട്ട് എന്നൊക്കെ പറയും. ഓക്കെ, ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇഫ് ദ ഓഡിറ്റർ ഓഫ് ദി കമ്പനി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനി ഓഫ് ദി എക്സ്പ്ലനേഷൻ ഓർ ഇൻഫോർമേഷൻസ് ഗിവൻ ടു ഹിം ഓർ if he think that the profit and loss accounts and balance sheet to do exhibit a true and fair view of the state of affairs of the company, he must ask the director to set the irregularities right, and if the directors failed to give satisfactory explanation of the irregulations. അതാണ് ക്വാളിഫൈഡ് റിപ്പോർട്ടും ക്ലീൻ റിപ്പോർട്ടും എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ജനറൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിൻ്റെ കുറച്ച് ജനറൽ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി. അത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഓഡിറ്റർ ഷുഡ് ബി സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ തരം ഇൻഫോർമേഷൻസും ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റിയിൽ പറയുന്നത്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എവിഡൻസ് ഓർ മെറ്റീരിയാലിറ്റി. അതായത് ഇങ്ങനെ ഓഡിറ്റർ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഉണ്ടല്ലോ, അത് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം. ദ ഓഡിറ്റർ ഷുഡ് കളക്ട് ആൻഡ് പ്രിസർവ് ഓൾ ഡോക്യുമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ഇമ്പോർട്ടൻസ് ഓർ മെറ്റീരിയാലിറ്റി ടു ഫോം ഹിസ് ഒപ്പീനിയൻ ഓൺ ദി ഫൈനൽ മാറ്റർ. ഹി ഷുഡ് ഒബ്റ്റെയിൻ അപ്രോപ്രിയേറ്റ് ആൻഡ് സഫീഷ്യൻറ്റ് എവിഡൻസ്. ഓക്കെ, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഓഡിറ്ററുടെ കേസാണ് പറയുന്നത്. അതായത് ഓഡിറ്റർ എപ്പോഴും എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് അയാൾക്ക് അയാളുടേതായ റൈറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയാളെ ദ ഓഡിറ്റർ ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ബയാസ് ഇൻ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടി. ഹി മസ്റ്റ് ബി ഹോണസ്റ്റ് ഇൻ ഹിസ് വർക്ക് ഇഫ് ഹി ഹാസ് ടു ക്യാരി ഔട്ട് ഹിസ് ഡ്യൂട്ടി സക്സസ്ഫുള്ളി. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുമ്പോൾ ആൻ ഓഡിറ്റർ മസ്റ്റ് പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട് കറക്റ്റ്ലി ആൻഡ് ഫോഴ്സ്ഫുള്ളി, പ്രീഷ്യസ്ലി ആൻഡ് ക്ലിയർലി. അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം,
അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫുള്ളി ഡിസ്ക്ലോഷർ പറയുന്നത്. പിന്നെ ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്, അതായത് ആൻ ഓഡിറ്റ് ഹാസ് ടു ഒബ്സർവ് സെർട്ടൈൻ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ എത്തിക്സ്, അതായത് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ആൻ ഓഡിറ്റർ വുഡ് സിഗ്നിഫൈ ഹിസ് ബിഹേവിയർ ടുവേർഡ്സ് ഹിസ് ഫെലോസ് ഇൻ പ്രൊഫഷൻ ആൻഡ് അതർ പ്രൊഫഷൻ ടുവേർഡ്സ് മെമ്പേഴ്സ് ഓഫ് ദി പബ്ലിക്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്. അതായത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അക്കോർഡിംഗ് ടു ചേഞ്ചിങ് എക്കോണമിക് നേച്ചർ, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ബൈ ദി കോർപ്പറേറ്റ് sector. Therefore, the scope, purpose and objective of auditors are also subject to change. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അത് ഓണർക്കാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റീസ് ടു റിപ്പോർട്ട് ടു ദി ഓണേഴ്സ്. അതുപോലെ തന്നെ മെയിൻ ഒബ്ജക്റ്റീവ് വെരിഫൈ ദി അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സും അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ബേസിക്കും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇത് ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലേ, നേരത്തെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഇത് പറഞ്ഞത്. പിന്നെ മുന്നത്തെ പ്രിൻസിപ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആർ ആക്ട് ടു ബി പെർഫോംഡ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. അതായത് ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഓഡിറ്റ് നമ്മൾ നടത്തുമ്പോൾ എന്തൊക്കെ പെർഫോമൻസ് ആണ് നമ്മളവിടെ കാഴ്ചവെക്കുന്നത്, അതിനെയാണ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആർ അഡോപ്റ്റഡ് ടു ഒബ്റ്റെയിൻ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി അക്കൗണ്ട്സ് അണ്ടർ ഓഡിറ്റ്. There are number of procedures available for the auditors, but he has to choose them and decide how the best to use them in audit performance. Audit performance are also called audit standard, audit practices which an auditor should follow in auditing engagement. Okay, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇതിൽ ഏകദേശം 5 പറയുന്നത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എവിഡൻസ്. എവിഡൻസിൽ എന്താ പറയുന്നത്, ദ ഓഡിറ്റ് കളക്ട് സഫീഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഫ്രം വൗച്ചേഴ്സ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ത്രൂ വെരിഫിക്കേഷൻ, ഇൻസ്പെക്ഷൻ, എൻക്വയറീസ് ആൻഡ് ഒബ്സർവേഷൻ. ദസ് എവിഡൻസ് ആർ നെസസറി ടു ദ ഓഡിറ്റർ ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹിസ് ഓഡിറ്റർ. അതായത് നമ്മൾ ഈ ഓഡിറ്റർ കളക്ട് ചെയ്യുന്ന എവിഡൻസുകളൊക്കെ ഉണ്ടല്ലോ, വൗച്ചേഴ്സിനായിട്ടും ഡോക്യുമെൻറ്റ്സിനായിട്ടും വെരിഫിക്കേഷൻ ത്രൂ ഇൻസ്പെക്ഷൻ, എൻക്വയറീസ് ഒക്കെ വഴി കളക്ട് ചെയ്യുന്ന എവിഡൻസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതാണ് പറയുന്നത്. പിന്നെ ഡ്യൂ ഓഡിറ്റ് കെയർ എന്ന് പറയുമ്പോൾ ദ ഓഡിറ്റ് ഡ്യൂ കെയർ മീൻസ് ദ ഓഡിറ്റർ ഹാസ് ടു എക്സസൈസ് ഡ്യൂ പ്രൊഫഷണൽ കെയർ ഇൻ കളക്ട് ഓഡിറ്റ് എവിഡൻസ്, സെലക്ഷൻ ഓഡിറ്റ് പ്രൊസീജിയർ ആൻഡ് റൈറ്റിംഗ്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയർ സെലക്ട് ചെയ്യുമ്പോഴും ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രൊഫഷണൽ കെയർ അതിന് കൊടുക്കണം എന്ന്, അതാണ് ഡ്യൂ ഓഡിറ്റ് കെയർ പറയുന്നത്. ഓക്കെ, പിന്നെ ഫെയർ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊരു ഫെയർ ആയിട്ടായിരിക്കണം. ഫെയർ പ്രസൻറ്റേഷൻ മീൻ പ്രസൻറ്റിങ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞാണ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിപെൻഡൻസ് ചെയ്യുമ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ച് ഇൻ ദി ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ എത്തിക്കൽ കണ്ടക്റ്റിൽ പറഞ്ഞാണ് എത്തിക്കൽ കണ്ടക്ട് ഈസ് ദ ലാസ്റ്റ് പ്രൈമറി കോൺസെപ്റ്റ് ഓഫ് ഓഡിറ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ദ ഓഡിറ്റർ മസ്റ്റ് റിമെയിൻ വിത്ത് ദ അമിറ്റ് പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് ഡിറ്റർമൈൻഡ് ബൈ ICAI. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര തന്നെയുള്ളൂ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഓഡിറ്റ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഉണ്ട്, അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഓക്കെ, എനിവേ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഒന്നാമത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ചില വേർഡ്സൊന്നും കംപ്ലീറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടത്തേക്ക് പറ്റത്തുള്ളൂ. എനിവേ താങ്ക് യു.